മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വാർത്തകളെ സത്യസന്ധമായി അവതരിപ്പിക്കുക എന്നതാണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമെന്ന് പി നന്ദകുമാർ MLA. വാർത്തകളെ സത്യസന്ധമായി അവതരിപ്പിക്കുക എന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണെന്ന് പി നന്ദകുമാർ MLA അഭിപ്രായപ്പെട്ടു. പൊന്നാനി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലഘട്ടത്തിന്റെ മാറ്റം വാർത്തകളുടെ വിശ്വാസ്യതയിൽ വരുത്തുന്ന ഇടിവ് വളരെ വലുതാണ്. 25 വർഷം മുന്നേ നമുക്ക് മുന്നിലെത്തിയിരുന്ന വാർത്തകളിൽ മഹാഭൂരിപക്ഷവും വിശ്വാസയോഗ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. താൽപര്യങ്ങൾക്കനുസൃതമായി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയാണിപ്പോഴുള്ളത്. വികസനം വാർത്തയുടെ അജണ്ട അല്ലാതെയായി മാറിയിരിക്കുന്നു. ആയുർദൈർഘ്യം കുറഞ്ഞ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. പെരുന്നാൾ വിഷു ആശംസകളാണ് ആദ്യമായിട്ട് അന്ന് എത്തിയാൽ സ്വാഭാവികമായിട്ടും വിഷുവിന് ശേഷമായിരിക്കും ഇനി കൂടുതലുണ്ടാവുക. ഇവിടെ ഏറ്റവും സന്തോഷകരമായ വസ്തുത 30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പത്രപ്രവർത്തനം, ഇപ്പോഴത്തെ പത്രപ്രവർത്തനം, ഇത് രണ്ടും ഒരേപോലെ ആസ്വദിക്കുന്നവരും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തകരാണ് ഇത്. അന്ന് വാർത്തകൾ തേടിപ്പിടിച്ചു പോയി കൊടുക്കുന്നൊരവസ്ഥ ആയിരുന്നെങ്കിൽ ഇന്ന് അതല്ലല്ലോ. അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായ രൂപത്തിലേക്കുള്ള അനുഭവ സമ്പത്തുള്ള പത്രപ്രവർത്തകരാണ് ഇപ്പോൾ ഉള്ളത്. ആ പത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം തന്നെ 5 വർഷം കഴിഞ്ഞാൽ എന്താവുമെന്ന് ഞാനിപ്പോൾ പ്രഡിക്റ്റിയുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ ഉണ്ടാവില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമാണ്. സാഹചര്യം 2 കാരണത്താൽ: ഒന്ന്, നമ്മളെ ഇന്ന് ഇന്ത്യയിലെ സാഹചര്യം; 2, ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകത. ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിലാവില്ല പത്രപ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എന്നൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ. നിങ്ങളെ കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ജനസേവനത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് വാർത്തകൾ ശരിയാണെന്ന് കൊടുക്കുന്നത് ജനങ്ങൾക്ക് എത്തിക്കുക എന്ന കടമയിലേക്ക് കഴിയുന്ന കാലത്ത് പോകണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കത് അത് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ കഴിയുന്നതല്ല. കാരണം ഇന്ന് മാധ്യമങ്ങളും മൂലധന ശക്തിയെ നിയന്ത്രിക്കുന്ന കാലത്തോളം അത് കഴിയില്ല. പക്ഷെ എന്നാലും നമുക്കങ്ങനെ കഴിയണം. മാധ്യമപ്രവർത്തന രംഗത്ത് 30 വർഷം പിന്നിട്ട മാതൃഭൂമി ലേഖകൻ പി പ്രദീപ് കുമാറിനെയും മാധ്യമപ്രവർത്തനത്തിൽ 25 വർഷം പിന്നിട്ട കെ ആസിഫിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP സക്കീർ അധ്യക്ഷത വഹിച്ചു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം, പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM, പ്രസ് ക്ലബ് സെക്രട്ടറി ജിബീഷ് വയലിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു.